So, next chapter is application of surface integrals, flux. സോ ഫ്ലക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ആണ്. അതായത് സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് അവിടെ ഒരു ഡബിൾ ഇൻ്റഗ്രൽ ആണ്. ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് സിഗ്മ എന്ന് പറയുന്നൊരു സർഫസ് ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ്, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. സോ എഫ് ഡി എസ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡി എസ് എന്ന് പറയുന്നതായിരുന്നു നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ. ഇനി സർഫസ് ഇൻ്റഗ്രൽ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. സർഫസ് ഇൻ്റഗ്രലിന്റെ ആപ്ലിക്കേഷൻസ്, അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷന്റെ പേരും കൂടി ആ ചാപ്റ്ററിന്റെ പേരിൽ റെഫർ ചെയ്തിട്ടുണ്ട്, ഫ്ലക്സ് ഇൻ്റഗ്രൽസ്. അതായത് നമ്മൾ ഡൈനമിക് ഫ്ലോയിൽ, ഫ്ലൂയിഡ് ഡൈനമിക്സിലൊക്കെ വരുന്നതാണ്. ഫ്ലോ ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡ് ഫ്ലോയിൽ ആ അവിടുത്തെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലക്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് സർഫസ് ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. സോ ഫിസിക്സിലും ആണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരിക. സോ നമുക്ക് ഫ്ലക്സ് ഇൻ്റഗ്രൽസും ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും സർഫസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഓറിയന്റഡ് സർഫസ് അഥവാ ഓറിയന്റബിൾ സർഫസ് എന്താണെന്ന്. ഓറിയന്റബിൾ മീൻസ് അഥവാ ഓറിയന്റഡ് മീൻസ് ഡയറക്ഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ എന്ന മീനിങ് തന്നെയാണ്. ഓക്കെ. എ ടു സൈഡഡ് സർഫസ് ഈസ് സെഡ് ടു ബി ഓറിയന്റബിൾ. ഒരു രണ്ട് സൈഡുള്ള ഒരു സർഫസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഓറിയന്റബിൾ സർഫസ് എന്ന് പറയും. ഓക്കെ. ആൻഡ് എ വൺ സൈഡഡ് സർഫസ് ഈസ് സെഡ് ടു ബി നോൺ ഓറിയന്റബിൾ സർഫസ്. ഒറ്റ സൈഡ് മാത്രമുള്ള സർഫസിനെയാണ് നമ്മൾ നോൺ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കുക. നമുക്കറിയാവുന്ന സർഫസിനെല്ലാം എന്താണ്, രണ്ട് സൈഡും ഉണ്ട്. അതായത് അകവും പുറവും. നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് സൈഡ് പറയുന്നത് എന്താണ്, അകവും പുറവും. ഇപ്പൊ സ്പിയറിന്റെ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ സ്പിയറിന്റെ സർഫസിന് രണ്ട് സൈഡ് ഉണ്ട്. കാരണം എന്താ, അകം, സ്പിയറിന്റെ അകം വശവും ഉണ്ട്, അതേപോലെ സ്പിയറിന്റെ പുറം വശവും ഉണ്ട്. സോ രണ്ട് സർഫസ് ഉണ്ട്. ഓക്കെ. നമുക്ക് അറിയാവുന്ന സർഫസുകളെല്ലാം എടുത്താൽ അതിന്റെ രണ്ട് സൈഡ് ഉണ്ട്. ഓക്കെ. സോ അങ്ങനെയുള്ള സർഫസുകളെയാണ് നമ്മൾ ഓറിയന്റബിൾ, രണ്ട് സൈഡുള്ള സർഫസിനെ നമ്മൾ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കും. ഒറ്റ സൈഡുള്ള സർഫസിനെ നമ്മൾ നോൺ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കും. കാരണം എന്താണ്, രണ്ട് സൈഡുള്ള സർഫസിന് നമുക്കൊരു ഡയറക്ഷൻ കൊടുക്കാം. എന്താണ്, അകത്തേക്ക് ഒരു ഡയറക്ഷനും കൊടുക്കാം, മറ്റൊരു ഡയറക്ഷൻ പുറത്തേക്കും കൊടുക്കാം. അതായത് ഇൻവേർഡ് ഡയറക്ഷനും ഔട്ട്വേർഡ് ഡയറക്ഷനും കൊടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ടാണ് രണ്ട് സൈഡുള്ള സർഫസിനെ നമ്മൾ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കാം. സോ നമുക്ക് അവിടെ ഒരു ഡയറക്ഷൻ പറയാൻ സാധിക്കും, ഇൻവേർഡ് ഡയറക്ഷനും ഔട്ട്വേർഡ് ഡയറക്ഷനും. എന്നാൽ ഒരു സർഫസിന് ഒരു സൈഡ് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് അവിടെ ഡയറക്ഷൻ പറയാൻ സാധിക്കും. എങ്ങോട്ട് നമ്മളൊരു ഡയറക്ഷൻ പറയും? രണ്ട് സൈഡുള്ളതിനാണ് നമ്മൾ അകത്തോട്ടൊരു ഡയറക്ഷൻ, പുറത്തോട്ട് മറ്റൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞ് പറയും. ഒറ്റ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷൻ അവിടെ പറയാൻ സാധിക്കില്ല. സോ അതുകൊണ്ടാണ് അതിനെ നോൺ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കുക. രണ്ട് സൈഡുള്ള സർഫസിനെ നമ്മൾ ഓറിയന്റബിൾ സർഫസ് എന്ന് വിളിക്കാം. ഓക്കെ. അതിന്റെ ഐഡിയ അതാണ്. ഈ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. സ്പിയേഴ്സ് ആൻഡ് അതർ സ്മൂത്ത് ക്ലോസ്ഡ് സർഫസസ് ദാറ്റ് എൻക്ലോസ് സോളിഡ്സ് ഇൻ സ്പേസ് ആർ ഓറിയന്റബിൾ സർഫസ്. സോ മെയിൻ എക്സാമ്പിൾ സ്പിയർ ആണ്. എന്താണ് സ്പിയറിനകത്ത്, ദാറ്റ് എൻക്ലോസ് സോൾഡ് അല്ലേ, സ്പിയറിനകത്ത് ഒരു സോൾഡ് നമ്മളെ എൻക്ലോസ് ചെയ്യുന്നുള്ള ആ സർഫസിനെ നമ്മൾ സർഫസ് ഓഫ് ദ സ്പിയർ എന്നും പറയും. ഓക്കെ. അതിനകത്ത് വോള്യം ഉള്ള ഒരു ഫിഗർ അല്ലേ സ്പിയർ എന്ന് പറയുന്നത്. സോ അതിനകത്തേക്ക് നമുക്കൊരു അതൊരു സോളിഡിനെയാണ് എൻക്ലോസ് ചെയ്യുന്നത്, സ്പിയറിന്റെ സർഫസ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് രണ്ട് വശമുണ്ട്, രണ്ട് സൈഡ് ഉണ്ട്. എന്താണ്, ഇന്റീരിയർ ഓഫ് ദ സ്പിയറും അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് എ സ്പിയർ ഹാസ് ആൻ ഇൻസൈഡ് ആൻഡ് ആൻ ഔട്ട് സൈഡ്. സോ രണ്ട് സൈഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ സർഫസ് എന്താണ്, ഓറിയന്റബിൾ സർഫസ് ആണ്. അതേപോലെ മറ്റ് സ്മൂത്ത് ക്ലോസ്ഡ് സർഫസസ്, ഇതേപോലെ സ്പിയർ മോഡലിൽ വരുന്ന ഏത് സർഫസ്, അതൊരു ഇന്റീരിയറും എക്സ്റ്റീരിയറും, ഇൻസൈഡും ഔട്ട്സൈഡും ഉള്ള സർഫസുകളെല്ലാം ഓറിയന്റബിൾ സർഫസ് ആണ്. ഇനി നമുക്കൊരു വൺ സൈഡ് ഉള്ള സർഫസ് ഏതാണ്, നോൺ ഓറിയന്റബിൾ സർഫസ് നമുക്ക് ആലോചിച്ചാലൊന്നും കിട്ടില്ല. അതിനൊരു വളരെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണുള്ളത്. ആ പേര് ശ്രദ്ധിക്കുക, ദ മോബിയസ് സ്ട്രിപ്പ്. ദ മോബിയസ് സ്ട്രിപ്പ് ഈസ് എ നോൺ ഓറിയന്റബിൾ സർഫസ് ബിക്കോസ് ഇറ്റ് ഹാസ് വൺ സൈഡ് ഓൺലി. സോ നോൺ ഓറിയന്റബിൾ സർഫസിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മോബിയസ് സ്ട്രിപ്പ്. അതിന് ഒറ്റ സൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. മോബിയസ് സ്ട്രിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് ഈ മോബിയസ് സ്ട്രിപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് യൂട്യൂബിൽ വളരെ നല്ല വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. നിങ്ങൾ അത് എടുത്ത് നോക്കുക, വളരെ രസകരമാണ്. നിങ്ങൾ പിന്നെ മോബിയസ് സ്ട്രിപ്പേ മറക്കില്ല. ഓക്കെ. അത് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു പേപ്പർ എടുത്ത് അത് ഈ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. ആ ഒറ്റ സർഫസ് ഉള്ള മോബിയസ് സ്ട്രിപ്പ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ നിങ്ങൾ നോക്കുക, എനിവേ നോൺ ഓറിയന്റബിൾ സർഫസിന് ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മോബിയസ് സ്ട്രിപ്പ്. ഇനി ഒരു റിമാർക്ക് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഈ ഓറിയന്റബിൾ സർഫസ് മീൻസ് അതിനൊരു ഡയറക്ഷൻ കൊടുക്കാവില്ല, അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദി യൂണിറ്റ് വെക്ടർ n and minus n point to opposite sides of the surface and hence serve to distinguish between two sides.
അത് നമ്മൾ രണ്ട് സൈഡിലുള്ള ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം യൂണിറ്റ് വെക്ടർ നമ്മൾ ആ സർഫസിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് യൂണിറ്റ് വെക്ടർ എടുക്കുകയാണ്. ഇപ്പൊ സർഫസിന്റെ പുറത്തേക്കുള്ള യൂണിറ്റ് വെക്ടർ n ആണെങ്കിൽ സർഫസിന്റെ അകത്തേക്കുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എടുത്താൽ പോരെ, -n ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. The unit vector n and -n point to opposite sides of the surface. രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും. സോ നമുക്ക് രണ്ട് ഡയറക്ഷനും കിട്ടും. പുറത്തേക്കുള്ള ഡയറക്ഷനെ n വെച്ചും സൂചിപ്പിക്കാം, അകത്തേക്കുള്ള ഡയറക്ഷനെ -n വെച്ചും ഡിനോട്ട് ചെയ്യാം. And hence to serve to distinguish between two sides. So നമുക്ക് ഈ യൂണിറ്റ് വെക്ടർ വെച്ച് രണ്ട് സൈഡിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം, വേർതിരിച്ചറിയാം. The unit vectors are said to form an orientation of the surface. ഈ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ആ സർഫസിന്റെ ഓറിയന്റേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ടാണ്. സോ ഓറിയന്റേഷൻ ഓഫ് എ സ്മൂത്ത് പാരാമെട്രിക് സർഫസ്. ഇനി നമ്മൾ അതിന്റെ ടെക്നിക്കൽ ടേംസിലേക്ക് പോവാണ്. ഓറിയന്റേഷൻ. സോ ഇഫ് എ സ്മൂത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്നാണ്. ഓക്കെ, ഇഫ് എ സ്മൂത്ത് പാരാമെട്രിക് സർഫസ് സിഗ്മ ഈസ് ഗിവൺ ബൈ എ വെക്ടർ ഇക്വേഷൻ. ആ സർഫസിന്റെ വെക്ടർ ഇക്വേഷൻ, ഒരു സർഫസ് ആയതുകൊണ്ട് തന്നെ രണ്ട് വേരിയബിൾസ് വേണം വെക്ടർ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ. സോ യും വി ആണ് ഇവിടെ ആ വേരിയബിൾസ്. സോ ആർ ഇസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ ജനറൽ വെക്ടർ എഴുതുക xi പ്ലസ് yj പ്ലസ് zk. അതിൽ എക്സും വൈയും സെഡും മൂന്നും ഇവിടെ ഫംഗ്ഷൻസ് ഓഫ് യു വി ആണ്. സോ അതാണ് എഴുതിയിരിക്കുന്നത്. ആർ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു വി എന്നാണ്, പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് സെഡ് ഓഫ് യു വി കെ. സോ നമ്മൾ ആറിനെ യുവിന്റെയും വിയുടെയും ടേംസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഒരു ജനറൽ വെക്ടറിന്റെ സർഫസിന്. ദെൻ ദ യൂണിറ്റ് നോർമൽ, ആ സർഫസിലേക്കുള്ള യൂണിറ്റ് നോർമൽ, ഞാൻ പറഞ്ഞു പുറത്തേക്കുള്ള നോർമലിനെ നമ്മൾ +n വെച്ചും അകത്തേക്കുള്ള നോർമലിനെ -n വെച്ചും ഡിനോട്ട് ചെയ്യും. സോ യൂണിറ്റ് നോർമൽ നമ്മൾ ബേസിക്കലി പറയുമ്പോൾ n എടുത്താൽ മതി. നമ്മൾ പുറത്തേക്കുള്ള ഡയറക്ഷൻ യൂഷ്വലി സൂചിപ്പിച്ചാൽ മതി, അതിന്റെ മൈനസ് എടുക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ട് ഡയറക്ഷൻ കിട്ടിക്കോളും. So our surface in the unit normal n is equal to n of uv. That means n is a function of uv. Okay, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക യൂണിറ്റ് നോർമൽ ടു ദ സർഫസ്? ഓക്കെ, ഇവിടെ ഓറിയന്റബിൾ സർഫസിന്റെ കേസിലാണ് പറയുന്നത്. ആ ഓറിയന്റേഷൻ ആണ് ഇവിടെ പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളൂ. സോ നമ്മൾ ഈ ജനറൽ വെക്ടർ ആറിന്റെ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ബൈ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. നമുക്ക് ഈ ആർ എന്ന് പറയുന്ന വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യലി. സോ ഡോ ആർ ബൈ ഡോ യുവും കണ്ടുപിടിക്കാം, കാരണം ഇത് യുവിന്റെയും വിയുടെയും ടേംസിലാണ് ഈ വെക്ടർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡോ ആർ ബൈ ഡോ വിയും കണ്ടുപിടിക്കാം, എന്നിട്ട് അത് രണ്ടും വെക്ടേഴ്സ് ആയിരിക്കും. സോ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, ദാറ്റ് ഈസ് എഗെയിൻ എ വെക്ടർ, എന്നിട്ട് ആ വെക്ടറിന്റെ ലെങ്ത് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുക. കാരണം യൂണിറ്റ് നോർമൽ ആണ് വേണ്ടത്. ജസ്റ്റ് നോർമൽ വെക്ടർ എന്നായിരുന്നെങ്കിൽ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി മതിയായിരുന്നു. പക്ഷെ യൂണിറ്റ് നോർമൽ ആണ്. സോ യൂണിറ്റ് വെക്ടർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ വെക്ടറിനെ അതിന്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് സിഗ്മ, ആ ഓറിയന്റേഷൻ എന്താണ്? n എന്ന് പറയുന്ന ഓറിയന്റേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ബൈ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി is a continuous vector valued function of u and v. ഇത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് ലെങ്ത്. സോ അതുകൊണ്ട് തന്നെ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ദ വേരിയബിൾസ് u and v. The vector n is called the positive orientation of the parametric surface. നമ്മൾ ഇതിനെയാണ് പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഔട്ട്വേർഡ് ഡയറക്ഷനുള്ള ഓറിയന്റേഷൻ ആണിത്. ആ ഔട്ട്വേർഡ് ഡയറക്ഷനുള്ള ഓറിയന്റേഷൻ ആണ് നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ആൻഡ് -n is called നെഗറ്റീവ് ഓറിയന്റേഷൻ. -n നെഗറ്റീവ് ഓറിയന്റേഷൻ എടുക്കും. ദാറ്റ് മീൻസ് അത് ഇൻവേർട്ട് ഡയറക്ഷൻ, സർഫസിന്റെ അകത്തേക്കുള്ള ഡയറക്ഷൻ ആണ് -n എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ സർഫസ് ഇന്റഗ്രൽ ഫ്ലക്സ് ഇന്റഗ്രൽസ് ആണ്. സോ ഫ്ലക്സ് ഇന്റഗ്രൽ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദ നെറ്റ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫൈ, അതായത് ഫിസിക്സിലാണ് ഈ ഫ്ലക്സ് ഇന്റഗ്രൽസ് വരുന്നത്. നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സ് രൂപപ്പെടും. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്റഗ്രൽ ഉപയോഗിച്ച്, ഡബിൾ ഇന്റഗ്രൽ ഉപയോഗിച്ച് അഥവാ സർഫസ് ഇന്റഗ്രൽ ഉപയോഗിച്ച് നമുക്ക് ആ ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യാം ആ ഫ്ലൂയിഡിന്റെ. സോ അതാണ് ഇവിടെ പറയുന്നത്. ദ നെറ്റ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫൈ. സോ നമുക്ക് ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡിന്റെ നെറ്റ് വോളിയം ആണ് നമുക്ക് അവിടെ കിട്ടുക, ആ ഫ്ലൂയിഡിന്റെ. സോ അതിനെയാണ് ഫൈ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക, ഫൈ. സോ ദ നെറ്റ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫൈ ഓർ ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് വിളിക്കും. കാരണം ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് വിളിക്കാൻ ആ ഫൈ ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. ഫൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് ദി ഫ്ലൂയിഡ് ആണ്, അത് ഇവിടെ താഴത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് എൻ ഓഫ് എക്സ് വൈ സെഡ് ഡി എസ്. അതായത് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫും എന്നും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് കാണിക്കാനാണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് എൻ ഓഫ് എക്സ് വൈ സെഡ് എന്ന് കൊടുത്തത്. ശരിക്കും ഇന്റഗ്രൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് എന്നാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓവർ ദ സർഫസ് സിഗ്മയാണ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ സർഫസ് ഇന്റഗ്രൽ. സോ ദ നെറ്റ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഫൈയെ ഒരു സർഫസ് ഇന്റഗ്രൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ ഇന്റഗ്രലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് ഇന്റഗ്രൽ. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ഉപയോഗിച്ചാണ്.
സോ ഫ്ലക്സ് ഇന്റഗ്രൽ എന്താണ്? phi is equal to double integral over sigma f dot n ds, where f ഉം n ഉം ഒക്കെ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. f of xyz is the velocity of the fluid at the point xyz on the surface sigma. Capital F is the velocity and on the surface sigma, and n of xyz എന്താണ്? Be the unit normal towards the positive side of sigma. So n എന്ന് പറയുന്നത് യൂണിറ്റ് നോർമൽ ടുവേർഡ്സ് the positive side ആണ് at the point xyz. Okay. So ഇത്രയേ ഉള്ളൂ നിങ്ങൾ അറിയേണ്ട കാര്യം. ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ അതിനെ phi വെച്ച് ഡിനോട്ട് ചെയ്യും. സോ phi is equal to double integral over sigma f dot n ds. ഇനി അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം. അതാണ് താഴത്തേക്ക് പറയുന്നത്. നമ്മൾ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച സർഫസ് ഇന്റഗ്രൽ ഫോം എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ലെങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്ന് പറയുന്നതാണ്. സോ ഇവിടെ അതിന് പകരം എഫിന് പകരം എഫ് ഡോട്ട് എൻ എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡി എസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ദാറ്റ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ. നമ്മൾ യു വി പ്ലെയിനിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്യും. സോ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റീജിയൻ ഇൻ ദ യു വി പ്ലെയിൻ. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എന്നാണ് നമ്മൾ പഠിച്ചത്. വേറെ എഫിനെ നമ്മൾ യുവിൻ്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റും. ഓക്കെ. സോ അങ്ങനെയായിരുന്നു നമ്മളത് ഇവാലുവേറ്റ് ചെയ്തത്. സോ ഇവിടെ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ. സോ ഇവാലുവേറ്റിംഗ് ഫ്ലക്സ് ഇന്റഗ്രൽസ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്, ഇതാണ് ഫ്ലക്സ് ഇന്റഗ്രൽ. സോ നമ്മൾ അവിടുത്തെ ഫോമിൽ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് എഫ് മാത്രമേ ഉള്ളായിരുന്നു. ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡി എസ് എന്നായിരുന്നെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് എഴുതുന്നത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. സോ അത് തന്നെ ഇവിടെയും കൊടുക്കുന്നത്. എഫിന് പോലെ ഇവിടെ എഫ് ഡോട്ട് എൻ ആവുന്നേ ഉള്ളൂ. ഓക്കെ. സോ എഫ് ഡോട്ട് എൻ ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് എൻ ഇൻറ്റു നോം ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. ഓക്കെ. വേറെ ഇവിടെ എന്താണ്? ആറിലേക്ക് മാറ്റുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഓവർ ദ റീജിയൻ ആർ ആക്കുമ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? യുവിൻ്റെയും വിയുടെയും ടേംസിലേക്ക്. അതേപോലെ ഇവിടെ എന്നും ഉണ്ട്. എന്നിനെ നമ്മൾ എന്തിന്റെ ടേംസിലേക്ക് മാറ്റണം? യുവിൻ്റെയും വിയുടെയും ടേംസിലേക്ക്. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുന്നത്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എന്താണ്? യു വി ആണ്. ഓക്കെ. എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു വി ആയിട്ട് മാറ്റണം. ഓക്കെ. സോ അതിവിടെ ഞാൻ എഴുതുന്നില്ല യു വി എന്നത്, നമ്മുടെ മനസ്സിൽ വേണം യു, കാരണം ഇവിടെ ഡി എന്ന് പറയുമ്പോൾ ഡി യു ഡി വി ആണ് വരുന്നത്. ഓക്കെ. ഇനി എൻ എന്ന് പറയുന്ന വെക്ടർ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തായിരുന്നു. എന്താണ് വെക്ടർ എൻ? നമ്മളത് പറഞ്ഞായിരുന്നു. ഓക്കെ. എന്താണ് ഓറിയന്റേഷൻ കൊടുത്തത്? എങ്ങനെയായിരുന്നു? ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ബൈ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി. സോ എന്നിന് ഈ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ എഫ് ഡോട്ട് എന്നിന് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ബൈ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇൻറ്റു ഈ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. സോ ഈ ലെങ്ത് ഓഫ് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ക്യാൻസൽ ആയി പോകും. സോ എന്നിട്ട് എന്താവും? എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. ഇത് ഈ ക്രോസ് പ്രോഡക്റ്റ് ഒരു വെക്ടർ ആണ്. സോ ഈ രണ്ട് എഫ് ഒരു വെക്ടർ ആണ്. സോ ഇതിന്റെ രണ്ടിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ഡി എ. സോ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈ സെയിം ആസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ. വേറെ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ടേംസ് ഓഫ് യു വി എക്സ്പ്രസ് ചെയ്ത എഫ് ആണ്. ഓക്കെ. സോ ഇപ്പൊ പറഞ്ഞ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് കണ്ടു. ഇതിനെ നെക്സ്റ്റ് തിയറം പോലെ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. നിങ്ങൾ ഇത്രയും ഈ ഫോമിൽ അറിഞ്ഞിരുന്നാൽ മതി. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ആണ്. ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫോമിൽ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ, വേർ എഫും യുവിന്റെയും വിയുടെയും ടേംസിലേക്ക് മാറ്റിയതാണ്. സോ നെക്സ്റ്റ് ഇതിനെ തിയറമായിട്ട് സ്റ്റേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. Let sigma be a smooth parametric surface whose vector equation is r is equal to r of uv, that is x of uvi plus y of uvj plus z of uvk, where uv varies over the region r in the uv plane. ഇനി എഫ് എടുക്കുകയാണ്. ഇഫ് ദ കമ്പണന്റ് ഫംഗ്ഷൻസ് ഓഫ് ദി വെക്ടർ ഫീൽഡ് ക്യാപിറ്റൽ എഫ് ആർ കണ്ടിന്യൂസ് ഓൺ സിഗ്മ. നമ്മൾ എപ്പോഴും വെക്ടർ ഫീൽഡ് എടുക്കുമ്പോൾ അതിന്റെ കമ്പണന്റ് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് പറഞ്ഞിട്ടാണ് എടുക്കുക. ആൻഡ് എൻ ഡിറ്റർമിൻസ് ദ പോസിറ്റീവ് ഓറിയന്റേഷൻ. എൻ എന്ന് പറയുന്നത് സിഗ്മയുടെ പോസിറ്റീവ് ഓറിയന്റേഷൻ. ദെൻ phi is equal to, then ഈ തിയറം പറയുന്നതാണ് phi എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇന്റഗ്രൽ, ദാറ്റ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എ, വേറെ എന്താണ്? ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ എല്ലാം യുവിന്റെയും വിയുടെയും ടേംസിലായിരിക്കണം. വേർ ദി ഇന്റഗ്രന്റ് ഓൺ ദ ആർ എച്ച് എസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി. ഓക്കെ. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ്. സോ ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ മീൻസ് ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ phi എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. സോ ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സെഡ് കെ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. കെയുടെ കമ്പണന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ, സെഡ് കെ. അക്രോസ് ദ ഔട്ട്വേർഡ് ഓറിയന്റഡ് സ്ഫിയർ. സോ സ്ഫിയറിന്റെ ഓറിയന്റേഷൻ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഓറിയന്റേഷൻ മീൻസ് പോസിറ്റീവ് ഓറിയന്റേഷൻ ആണ് തന്നിട്ടുണ്ട്. ഔട്ട്വേർഡ് ഓറിയന്റഡ് സ്ഫിയർ ഏത് സ്ഫിയർ ആണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ.
ഓക്കെ, സോ നമുക്ക് ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യണം. അതിന്റെ ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. സോ അതിനെ ഈ രീതിയിൽ മാറ്റിയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ യുയിലേക്കും വിയിലേക്കും മാറ്റുക എന്ന് പറയുന്നതിന് പകരം ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ സ്പിയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചതാണ് സെക്കൻഡ് മോഡ്യൂളിൽ. സോ അവിടെ സ്പിയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഫൈയും തീറ്റയും ഉപയോഗിച്ചാണ് എഴുതുന്നത്. സോ ഇവിടെ യുവിനും വിനും പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഫൈയും തീറ്റയാണെന്നേ ഉള്ളൂ. ഓക്കെ, സോ എന്തായിരുന്നു പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദി സ്പിയർ? നമ്മൾ കണ്ടിട്ടുണ്ട് പാരാമെട്രിക് റെപ്രസെന്റേഷൻ സെക്കൻഡ് മോഡ്യൂളിൽ. അവിടെ നമ്മൾ എടുക്കുന്ന സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അതായത് എയുടെ പ്ലേസിൽ 1 സ്ക്വയർ 1 ആണ് വന്നത്. അങ്ങനെ വന്നിരുന്നപ്പോൾ നമ്മൾ എഴുതിയിരുന്ന ഇങ്ങനെയായിരുന്നു: എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഫൈവ് കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു സൈൻ ഫൈവ് സൈൻ തീറ്റ, സെഡ് ഈസ് ഈക്വൽ ടു കോസ് ഫൈവ്. ഇവിടെ റേഡിയസ് 1 അല്ല എ ആണ്. സോ എക്സും വൈയും സെഡും എഴുതുമ്പോൾ അതിനകത്തൊരു എ വെച്ച് കൂടി മൾട്ടിപ്ലൈ ആണ്. സോ അത്രേ ഉള്ളൂ വ്യത്യാസം ഈ ജനറൽ സ്പിയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. സോ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെക്കണം. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഇന്റഗ്രൽ ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ പാരാമെട്രിക് റെപ്രസെന്റേഷനിലേക്ക് മാറ്റണം. ഓക്കെ, so the parametric representation of the sphere x square plus y square plus z square is equal to a square is x is equal to a sin phi cos theta, y is equal to a sin phi sin theta, z is equal to a cos phi. വേർ താഴത്ത് നോക്കുക, ഫൈ വേരി ചെയ്യുന്ന 0 മുതൽ പൈ വരെയും തീറ്റ വേരി ചെയ്യുന്ന 0 to 2π വരെയും. ഇതും അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ജനറൽ വെക്ടർ ആർ ഓഫ് യു വി അല്ല ആർ ഓഫ് ഫൈ തീറ്റയാണ്. അത് എഴുതിയാൽ എന്ത് വരും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ അല്ലേ? എക്സും വൈയും സെഡ് ആയിട്ട് ഈ വാല്യൂസ് കൊടുക്കുക ഇൻ ടേംസ് ഓഫ് ഫൈ തീറ്റയിൽ എഴുതി വെച്ചിരിക്കണം. So that is equal to a sin phi cos theta I plus a sin phi sin theta j plus a cos phi k എന്ന് വരും. ഇനി ഡോ ആർ ബൈ ഡോ ഫൈയും ഡോ ആർ ബൈ ഡോ തീറ്റ ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡോ ആർ ബൈ ഡോ ഫൈയും ഡോ ആർ ബൈ ഡോ തീറ്റയാണ് നമുക്ക്. എന്നിട്ട് അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഡോ ആർ ബൈ ഡോ ഫൈ കണ്ടുപിടിക്കുന്നു. സോ എന്ത് വരും? ആദ്യത്തേനകത്ത് എ കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണ്. സോ സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ വരും. സോ എ കോസ് ഫൈ കോസ് തീറ്റ ആയി. അടുത്ത് എന്ത് വരും? സൈൻ ഫൈയുടെ ഡെറിവേറ്റീവ് കോസ് ഫൈ, ബാക്കിയെല്ലാം അതുപോലെ. സോ എ കോസ് ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് കോസ് ഫൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈ. സോ മൈനസ് എ സൈൻ ഫൈ കെ. അതേപോലെ ഡോ ആർ ബൈ ഡോ തീറ്റ ഇവാലുവേറ്റ് ചെയ്തു. സോ മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ വരും. സോ മൈനസ് എ സൈൻ ഫൈ സൈൻ തീറ്റ ആയി. അടുത്ത സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. സോ എ സൈൻ ഫൈ കോസ് തീറ്റ ജെ പ്ലസ് അടുത്ത എ കോസ് ഫൈ. കെയുടെ കമ്പണിനകത്ത് തീറ്റ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. പ്ലസ് 0 കെ എന്ന് കിട്ടും. നെക്സ്റ്റ് ഇതിന്റെ രണ്ടിന്റെയും ഇത് രണ്ടും വെക്ടേഴ്സ് ആണല്ലോ, അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. സെക്കൻഡ് റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ ഫൈയുടെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു. തേർഡ് റോ ആയിട്ട് ഡോ ആർ ബൈ ഡോ തീറ്റയുടെ കമ്പണൻസ് എഴുതി കൊടുക്കുന്നു. ക്രോസ് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഐ ഇൻറ്റു. സോ ഞാൻ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ കെയുടെ കമ്പോണന്റിൽ കോമൺ ആയിട്ട് നമുക്ക് എ സ്ക്വയർ കോസ് ഫൈ സൈൻ ഫൈ എടുക്കാം. സോ അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് 1 ആയി പോകും. സോ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക: എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് എ സ്ക്വയർ കോസ് ഫൈ സൈൻ ഫൈ കെ. ഇനി നമുക്ക് എഫ് ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. എഫ് എന്താണെന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു സെഡ് കെ എന്നാണ് തന്നെ. ഇനി സോ ഇതിനെ നമുക്ക് തീറ്റയുടെയും ഫൈയുടെയും ടേംസിലേക്ക് മാറ്റണം. സെഡ് എന്ന് പറയുന്ന പാരാമെട്രിക് റെപ്രസെന്റേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് എ കോസ് ഫൈ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എ കോസ് ഫൈ കെ വരും. സോ എഫും ഡോ ആർ ബൈ ഡോ തീറ്റ ക്രോസ് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഐയുടെ കമ്പണന്റ് എന്താണ്? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് തീറ്റ ഇൻറ്റു 0 വരും. കാരണം എഫിനകത്ത് ഐയുടെ കമ്പണന്റ് ഇല്ല. സോ 0 ആണ്. അതേപോലെ പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ തീറ്റ ഇൻറ്റു 0. കാരണം എഫിനകത്തും കമ്പണന്റ് ഇല്ല ജെയുടെ. സോ അത് 0 ആണ്. ഇനി കെയുടെ കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് എ സ്ക്വയർ കോസ് ഫൈ സൈൻ ഫൈ ഇൻറ്റു എ കോസ് ഫൈ. സോ ഇതെന്ത് വരും? എ ക്യൂബ് കോസ് സ്ക്വയർ ഫൈ സൈൻ ഫൈ എന്ന് വരും. ഇനി ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. ഫ്ലക്സ് കണ്ടുപിടിക്കുകയാണ്. ഫൈ ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ്. അതിന്റെ ഫോർമുല എഴുതുന്നു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ ഡി എ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ ഫൈ ക്രോസ് ഡോ ആർ ബൈ ഡോ തീറ്റ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ ക്യൂബ് കോസ് സ്ക്വയർ ഫൈ സൈൻ ഫൈ വരും. സോ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വേരിയബിൾസ് ഫൈയും തീറ്റയാണ്. സോ ഡി ഫൈ ഡി തീറ്റ. ഇനി നമുക്കറിയാം ഫൈയുടെ വേരിയേഷൻ 0 to പൈ, തീറ്റയുടെ വേരിയേഷൻ 0 to 2π ആണ്. സോ നമ്മൾ അത് ഓൾറെഡി എഴുതി വെച്ചാണ്. സോ അത് ലിമിറ്റ്സ് കൊടുക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കോസ് സ്ക്വയർ തീറ്റയെ മാറ്റി എഴുതുകയാണ്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 അല്ലേ? അത് ഉപയോഗിച്ചു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എ ക്യൂബ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അത് ഇന്റഗ്രലിന്റെ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ ഇന്റഗ്രൽ 0 to 2π. സോ എ ക്യൂബ് ഔട്ട് സൈഡ് എടുത്താൽ ഞാൻ ഈ സൈൻ ഫൈ വെച്ച് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? സൈൻ ഫൈ മൈനസ് സൈൻ ക്യൂബ് ഫൈ എന്ന് കിട്ടും. സോ ഞാൻ അവിടെ ആ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്റഗ്രൽ 5 വേരീസ് ഫ്രം 0 to π സൈൻ ഫൈ ഡി ഫൈ മൈനസ് ഇന്റഗ്രൽ 5 വേരീസ് ഫ്രം 0 to π സൈൻ ക്യൂബ് ഫൈ ഡി ഫൈ. സോ അത് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് പുറത്തെ ഇന്റഗ്രലിന്റെ ഡി തീറ്റയും കൊടുക്കുന്നു. സോ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രൽ സൈൻ ഫൈ ഡി ഫൈ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് കോസ് ഫൈ കിട്ടും. 5 വേരീസ് ഫ്രം 0 to π.
ഇനി സൈൻ ക്യൂബ് ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം മാറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. സൈൻ 3 സൈൻ 3 ഫോമുല എന്താണ്? 3 സൈൻ 5 മൈനസ് 4 സൈൻ ക്യൂബ് 5. അതിൽ നിന്ന് 4 സൈൻ ക്യൂബ് 5 എടുത്താൽ 3 സൈൻ 5 മൈനസ് സൈൻ 3 സോ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ ക്യൂബ് 5 എന്ത് കിട്ടും? 1/4 3 സൈൻ 5 മൈനസ് സൈൻ 3 സോ സൈൻ ക്യൂബ് 5 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1/4 ഔട്ട് സൈഡ് എടുക്കുന്നു 3 സൈൻ 5 മൈനസ് സൈൻ 3 സോ ഇതും നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ കോസ് ഫൈക്ക് കോസ് ഫൈയും കോസ് സീറോയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇൻ്റഗ്രേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ കോസ് എൻ പൈ എന്ന് പറയുന്നത്, സോ ഇവിടെ നമ്മൾ സൈൻ ഫൈ വാല്യൂറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു മൈനസ് കോസ് ഫൈ മൈനസ് സൈൻ 3 ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 3 സോ അത് പ്ലസ് ആവും. സോ അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. 5 വേരീസ് ഫ്രം 0 to π. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം നിങ്ങൾ കോസ് പൈയും കോസ് 3π ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. സോ കോസ് എൻ പൈയുടെ ജനറൽ ഫോമുല -1/n എന്നാണ്. സോ എൻ ഈവൻ ആകുമ്പം 1 വരും കോസ് എൻ ബൈ, എൻ ഓഡ് ആകുമ്പോൾ -1 വരും. സോ കോസ് 3πയുടെ വാല്യൂ -1 ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കുക. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഉള്ളൂ. അവസാനം ഇന്റഗ്രൽ ഡി തീറ്റ വരും, അത് തീറ്റയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് ഔട്ട് സൈഡ് എടുക്കുക. അവസാനം ഇന്റഗ്രൽ ഡി തീറ്റ വരും, തീറ്റയാണ്. ഫ്രം 0 to 2π വരും. സോ ഫൈനൽ ആൻസർ 4πa³ 3 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഓറിയന്റേഷൻ ഓഫ് നോൺ പാരാമെട്രിക് സർഫസ്. നമ്മളിപ്പോൾ ഓറിയന്റേഷൻ കണ്ടായിരുന്നു ജനറൽ ആയിട്ട്. ഇനി അതായത് നമ്മളിപ്പോൾ കണ്ട സർഫസിൽ നമ്മൾ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റിയാണ്. ഇനി പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റാത്തതിന്റെ സർഫസ് യുയിലേക്കും വിയിലേക്കും മാറ്റിയിട്ടില്ല. നമ്മൾ ജനറൽ വെക്ടർ എൻ ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ബൈ അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞെടുത്ത്. ഇനി പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റാത്ത സർഫസുകളുടെ ഓറിയന്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അടുത്തത് പറയുന്നത്. നമ്മൾ സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും ആദ്യം ഇങ്ങനെയായിരുന്നു, പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന സർഫസിന്റെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ ഫോമിൽ വരുന്ന നോൺ പാരാമെട്രിക് സർഫസ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ അതേപോലെ ഇവിടെയും അതിന്റെ ഓറിയന്റേഷൻ കണ്ടുപിടിക്കണം. ഓറിയന്റേഷൻ ഓഫ് നോൺ പാരാമെട്രിക് സർഫസ് ഓഫ് ദി ഫോം z equal to g of xy, y is equal to g of xz and x equal to g of yz. സോ അതിവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക, ജസ്റ്റ് നോക്കുക. ആദ്യത്തെ സർഫസ് z equal to g of xy എടുക്കുന്നു. പോസിറ്റീവ് ഓറിയന്റേഷൻ n is equal to, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ n എന്ന് പറയുന്ന വെക്ടറിനെ അതിന്റെ മോഡുലസ് വെച്ചാണ് ഡിവൈഡ് ചെയ്ത്. ഇതിന്റെ മോഡുലസ് എടുത്ത് എന്ത് വരും? ഡോ z ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് 1 വരും. സോ താഴത്തെ എഴുതുന്ന എപ്പോഴും ഇതിന്റെ മോഡുലസ് ആണ്. സോ മേളിൽ വരുന്ന വെക്ടർ ആണ് ഇമ്പോർട്ടന്റ്. അതെങ്ങനെ എഴുതും എന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ പറയാൻ സാധിക്കും. അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഓരോ വെക്ടറിന്റെയും ഇവിടെ പോസിറ്റീവ് ഓറിയന്റേഷൻ n ആണെങ്കിൽ കറസ്പോണ്ടിങ് നെഗറ്റീവ് ഓറിയന്റേഷൻ എന്താണ്? ഈ വെക്ടറിനെ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. താഴത്തെ ഫംഗ്ഷന് വ്യത്യാസമൊന്നും വരില്ല, കാരണം മൈനസ് എന്റെയും മോഡുലസ് സെയിം അല്ലേ. മേളിലത്തെ ഫംഗ്ഷൻ നിങ്ങൾ നോക്കി, ഇവിടെ എന്നിനെ ഒരു മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് -n. സോ ഇത് അറിഞ്ഞിരുന്നാൽ മതി, n എന്ന് പറയുന്ന വെക്ടർ. ഇവിടെ നിങ്ങൾ ഏത് ഫംഗ്ഷൻ സർഫസ് z equal to g of xy വന്നാലും y equal to g of xz വന്നാലും നിങ്ങൾ ijk കമ്പണൻസ് ഒന്ന് നോക്കിയേ. ഇവിടെ z ആണ് സർഫസ് എങ്കിൽ z-നെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും സെഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് കോഎഫിഷ്യൻസ് വരിക. അതിന്റെ സൈൻ നോക്കണ്ട. ഐയുടെ കമ്പണന്റ് എന്താ വന്നത്? ഡോ z ബൈ ഡോ എക്സ്. ജെയുടെ കമ്പണന്റ് ഡോ z ബൈ ഡോ വൈ. കെയുടെ കമ്പണന്റ് ഡോ z ബൈ ഡോ z ആണ്, അതുകൊണ്ടാണ് അത് 1 വന്നത്. ഇനി y equal to g of xz എന്ന സർഫസിൽ നോക്കി, ഐയുടെ കമ്പണന്റ് ഡോ y ബൈ ഡോ എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ജെയുടെ കമ്പണന്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡോ വൈ ബൈ ഡോ വൈ, അത് 1 ആണ്. നെക്സ്റ്റ് ഡോ വൈ ബൈ ഡോ z. ഇതുപോലെ തന്നെയാണ് അടുത്ത സർഫസിലും വരുന്നത്. ഓക്കെ, ഇനി സൈൻ എങ്ങനെയാ കൊടുക്കുന്നത്? സോ z equal to g of xy ആണ് സർഫസ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് k കമ്പണന്റ്, പോസിറ്റീവ് ഓറിയന്റേഷനിൽ k കമ്പണന്റ്, സെഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പണന്റ് കെയുടെ കമ്പണന്റ് അല്ലേ. സോ k കമ്പണന്റ് പോസിറ്റീവ് ആയിരിക്കണം ഓറിയന്റേഷനിൽ. സോ ഇവിടെ നോക്കുക, കെക്ക് മാത്രം പോസിറ്റീവ് കൊടുത്തു, ബാക്കി രണ്ട് സൈനും നെഗറ്റീവ് കൊടുത്തു, ഐയുടെയും ജെയുടെയും കമ്പണൻസ്. ഓക്കെ, ഇനി അടുത്ത വൈയുടെ നോക്കുക. y equal to g of xz എന്ന് പറയുന്ന സർഫസ് വരുമ്പോൾ ഏത് കമ്പണന്റ് ആണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്? ജെയുടെ കമ്പണന്റ് ആണ്. y റെപ്രസെന്റ് ചെയ്യുന്ന കമ്പണന്റ് ജെയുടെ കമ്പണന്റ് പോസിറ്റീവ് കൊടുത്തു, ബാക്കി രണ്ടിനും നെഗറ്റീവ് കൊടുത്തു. അതേപോലെ x equal to g of yz വരുമ്പോൾ x എന്ന് പറയുന്ന ഐയുടെ കമ്പണന്റ് അല്ലേ. സോ ഐ കമ്പണന്റ് പോസിറ്റീവ്, ബാക്കി രണ്ടും നെഗറ്റീവ് കൊടുക്കും. -n എഴുതുമ്പോൾ എന്താണ്? നെഗറ്റീവ് കമ്പണന്റ് വരുന്നത് ഐക്കായിരിക്കും. സോ ഈ വെക്ടറിന്റെ ജസ്റ്റ് മൈനസ് എടുത്താൽ മതി അത്. ഓക്കെ, സോ ഇത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ ഈ വെക്ടർ, കാരണം ഇത് നമുക്ക് ഇതിന് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ ആവശ്യമുണ്ട്. സോ ഈ ന്യൂമറേറ്റർ അറിഞ്ഞിരിക്കുക. നമുക്ക് മോഡുലസ് ഒക്കെ എന്ത് വരും? ഡിനോമിനേറ്റർ വരുന്ന ക്വാണ്ടിറ്റി നമുക്ക് അത് വെച്ചിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, കാണാതെ പഠിക്കേണ്ട, ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ആലോചിച്ച് വെച്ചിരുന്നത്. സോ ഇനി നമുക്ക് ഒരു തിയറമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും ഈ സർഫസുകൾ വരുമ്പോൾ.
തിയറം പറയുന്നതാണ് ലെറ്റ് സിഗ്മ ബി എ സ്മൂത്ത് സർഫസ് ഓഫ് ദി ഫോം സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ് ഓർ എക്സ് ഈക്വൽ ടു ജി ഓഫ് ഐ സെഡ്. ഇതിൽ ഏത് സർഫസ് ആയിക്കോട്ടെ സിഗ്മ ഒരേ രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന തിയറം പറയുന്നത്. ആൻഡ് സപ്പോസ് ദാറ്റ് ദി കമ്പോണന്റ് ഫംഗ്ഷൻസ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എഫ് ആർ കണ്ടിന്യൂസ് ഓൺ സിഗ്മ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. സപ്പോസ് ഓൾസോ ദാറ്റ് ദി ഇക്വേഷൻ ഓഫ് സിഗ്മ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്, അതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സപ്പോസ് ഓൾസോ ദാറ്റ് ദി ഇക്വേഷൻ ഓഫ് സിഗ്മ ഈസ് റിട്ടൺ ആസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എന്ന് പറയുന്ന സർഫസ് ഈ തന്നിരിക്കുന്ന സർഫസ് ആണ് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മൾ ആ സർഫസിന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്. ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. അത് എങ്ങനെയാണ് എഴുതുന്നത്? ബൈ ടേക്കിംഗ് ജി ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ, സ്മോൾ ജി. അതായത് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ ആണ് സർഫസ് എങ്കിൽ ജിയെ നമ്മൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? സെഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷനാണ് നമ്മൾ ക്യാപിറ്റൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. സോ അതായത് ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ ആണ്. രണ്ടാമത്തെ സർഫസിന്റെ കേസിൽ എന്താണ്? വൈ മൈനസ് ജി ഓഫ് എക്സ് വൈ ആണ് ക്യാപിറ്റൽ ജി. മൂന്നാമത്തെ സർഫസിന്റെ കേസിൽ എക്സ് മൈനസ് ജി ഓഫ് വൈ സെഡ് ആണ് ക്യാപിറ്റൽ ജി. സോ ഇങ്ങനെയാണ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതുന്നത്. അത് അറിഞ്ഞിരിക്കുക. ഈ ജിയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. ലെറ്റ് ക്യാപിറ്റൽ ആർ വിത്ത് പ്രൊജക്ഷൻ ഓഫ് സിഗ്മ ഓൺ ദ കോർഡിനേറ്റ് പ്ലെയിൻ. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഡിറ്റർമിൻ ബൈ ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഓഫ് ജി. ഇഫ് സിഗ്മ ഹാസ് പോസിറ്റീവ് ഓറിയന്റേഷൻ, സിഗ്മയുടെ ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിരിക്കണം, ദെൻ ഫൈ ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ സർഫസ് വരുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് ആണ് ഫ്ലക്സ് ഇന്റഗ്രൽ. അതിന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോമുലയാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. സോ ഇത് പഠിക്കണം. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്താണ്? എഫ് ഡോട്ട് ഡെൽ ജി ഡി എ. ഡെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് ജി എടുക്കുന്നു. ഡെൽ ജി ഡി എ. നമ്മൾ നേരത്തെ യൂഷ്വൽ സർഫസിന്റെ കേസിൽ എന്തായിരുന്നു? ഈ ഇന്റഗ്രൽ എങ്ങനെയായിരുന്നു മാറ്റി എഴുതിയത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഡി എന്നായിരുന്നു. എന്നാൽ ഇവിടെ എങ്ങനെയാണ്? എഫ് ഡോട്ട് ഡെൽ ജി ഡി എന്ന് വരും ഈ ഫോമിലുള്ള സർഫസുകൾ വരുമ്പോൾ. വേറെ ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഈ ഇന്റഗ്രൽസ് എന്താണ്? എക്സും വൈയും സെഡും ഇതിന് ഏതെങ്കിലും വേരിയബിൾസ് ആയിട്ട് വരുള്ളൂ. ഒന്നെങ്കിൽ എക്സ് വൈ, അല്ലെങ്കിൽ വൈ സെഡ്, അല്ലെങ്കിൽ സെഡ് എക്സ്. ഓക്കെ. സോ ഈ മൂന്ന് ഇന്റഗ്രലിന്റെ കേസിലും ജനറൽ, മൂന്ന് സർഫസിന്റെ കേസിലും ജനറൽ ആയിട്ട് പറഞ്ഞു. സോ ഓരോ പർട്ടിക്കുലർ സർഫസിന്റെ കേസിലും ഈ ഡെൽ ജി എന്ന് പറയുന്ന വെക്ടർ, ഡെൽ ജി ഒരു വെക്ടർ ആണ്, ഗ്രേഡിയന്റ് അല്ലേ, എന്നിട്ട് ഈ എഫ് ഡോട്ട് ഡെൽ ജി അല്ലേ ഇവിടെ എടുക്കുന്നത്. സോ ഈ ഡെൽ ജി വ്യത്യാസമായിരിക്കും. സോ ഞാൻ ആദ്യം എക്സ് സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫസ് എടുത്തിട്ട് അതിന്റെ മാത്രം ഒന്ന് ഡെൽ ജി കണ്ടുപിടിക്കുകയാണ്. ബാക്കിയെല്ലാം സിമിലർലി വരും എന്ന് പറയും. സോ കേസ് 1 സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ ജി എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ജി ഓഫ് എക്സ് വൈ സെഡ്, സെഡ് മൈനസ് ജി ഓഫ് എക്സ് വൈ എന്ന്. എന്നിട്ട് ഡെല്ല് കണ്ടുപിടിക്കാൻ. ഡെൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ ഇസെഡ് കെ അല്ലേ വരും. സോ ഈ ഡോ ജി ബൈ ഡോ എക്സ് ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഡോ ജി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? സെഡിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് എന്ന് വരും. ഡോ ജി ബൈ ഡോ വൈ എടുത്താൽ എന്താണ്? സെഡ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. സോ മൈനസ് ഡോ ജി ബൈ ഡോ വൈ എന്ന് വരും. ഇനി ഡോ ജി ബൈ ഡോ ഇസെഡ് എടുത്താൽ സെഡിന്റെ ഡെറിവേറ്റീവ് 1. ഈ ജി സ്മോൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് സെഡ് ഇല്ല, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഡോ ജി ബൈ ഡോ ഇസെഡ് 1 വരും. സോ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് വരും? ഡെൽ ജി മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് 1 കെ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് ഡോ. ഇനി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ അല്ലേ. സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ജി ഓഫ് എക്സ് വൈ ആയിട്ട് എഴുതിയിരിക്കും. സോ സെഡ് എന്ന് പറഞ്ഞാൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സോ ഞാൻ ഇവിടെ എനിക്ക് എന്ത് കൊടുക്കാം? ജിക്ക് പകരം എന്ത് കൊടുക്കാം? സെഡ് കൊടുക്കാം. സോ അത് മാറ്റി കൊടുക്കുന്നു. മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. So for sigma of the form z equal to g of x y and oriented up, നമ്മളിപ്പോൾ എഴുതിയ ഇത് ഓറിയന്റേഷൻ പോസിറ്റീവ് ആണ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ പോസിറ്റീവ് ഓറിയന്റേഷൻ ആണെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് ഈസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡെൽ ജി അല്ലേ ഫോമുല. എഫ് ഡോട്ട് ഡെൽ ജി നമുക്കിപ്പോൾ കിട്ടി. എന്ത് വരും? മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ ഡി എന്ന് വരും. ഓക്കെ. സോ ഇങ്ങനെയാണ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടപ്പോൾ ഡെൽ ജി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ. സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഇതേപോലെ ഓരോ സർഫസിന്റെ കേസിലും ഡെൽ ജി വ്യത്യാസമായിരിക്കും. നിങ്ങളത് ഓരോ പ്രോബ്ലം വരുമ്പോൾ ചെയ്താൽ മതി. ഇനി ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ വെക്ടർ എന്ന് നോക്കിയാൽ മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫസ്. ഇതേ വെക്ടർ തന്നെയല്ലേ ഞാൻ പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ടേബിൾ വന്നു. അവിടെ ഈ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന സർഫസിൽ പോസിറ്റീവ് ഓറിയന്റേഷൻ എഴുതിയപ്പോൾ ഇതെന്താണ് മേളി വന്നിരിക്കുന്ന ഈ വെക്ടർ? മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ. ഈ വെക്ടർ തന്നെയാണ് ഈ ന്യൂമറേറ്റർ. ഈ വെക്ടർ തന്നെയാണ് അവിടെ നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്ന ഡെൽ ജി. സോ ഈ വെക്ടർ പഠിച്ചു വെച്ചാൽ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽ ജി ഓരോ കോളത്തിൽ ഇവാലുവേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. സോ ഇതറിയാന്നുണ്ടെങ്കിൽ ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. സോ അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന വെക്ടർ എഫ് ഡോട്ട്. ആ വെക്ടറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇനി സിഗ്മ ഈസ് ഓഫ് ദി ഫോം സർഫസിന്റെ ഫോം സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ. ഇനി ഓറിയന്റേഷൻ ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ തന്നെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് എഫ് ഡോട്ട് എന്താണ്? ഈ വെക്ടറിന്റെ നെഗറ്റീവ് മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ഈ വെക്ടർ എന്താവും?
ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ മൈനസ് കെ എന്ന് വരും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇതായിരിക്കും ഫോമുല, ഇങ്ങനെയായിരിക്കും മാറുക. സോ ഓരോ സർഫസും അതിന്റെ ഓറിയന്റേഷനും അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വെക്ടർ ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ. ഇനി സിമിലർലി മറ്റേത് രണ്ടും ഞാൻ ഡെൽ ജി ചെയ്തെടുക്കുന്നില്ല. മറ്റേത് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ ജി ആയിട്ട് y മൈനസ് ജി ഓഫ് എക്സ് എന്ന് എഴുതി അങ്ങനെ ഡെൽ ജി വാല്യൂറ്റ് ചെയ്തെടുക്കാം. Similarly, the formulas for y is equal to g of x and x equal to g of z can be found out. അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പ്രോബ്ലം വന്നാൽ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ എന്താണ്, വൈയുടെ കേസിൽ, ഈ സർഫസിന്റെ കേസിൽ നിങ്ങൾ ആ n എന്ന് പറയുന്ന വെക്ടർ പഠിച്ചു വെച്ചാൽ അതിന്റെ ന്യൂമറേറ്റർ അവിടെ എടുത്താൽ മതി. ഓക്കെ. ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് വേർ എഫ് ഇസ് വെക്ടർ എന്താണ് എക്സ് സ്ക്വയർ 0 3y സ്ക്വയർ കമ്പണൻസ് ആണ് തന്നിരിക്കുന്നത്. ഐ ജെ കെ ഉപയോഗിച്ച് എഴുതണം. ആൻഡ് സിഗ്മ ഇസ് ദ പോർഷൻ ഓഫ് ദി പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇൻ ഈക്വൽ ടു 1 ഇൻ ദ ഫസ്റ്റ് ഒക്ടൻ. സോ നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ഫ്ലക്സ് ഇന്റഗ്രൽ ആണല്ലോ ഇത്. ഓക്കെ. ഇവിടെ ഞാൻ നോക്കിയാൽ ഗിവൺ പ്ലെയിൻ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ, ഈ പ്ലെയിന്റെ പോർഷൻ ഫസ്റ്റ് ഒക്ടനിൽ വരുന്ന പോർഷൻ ആണ്. സോ ഈ ഗിവൺ പ്ലെയിൻ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1. അതിനെ എനിക്ക് സെഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 1 മൈനസ് എക്സ് മൈനസ് വൈ. സോ ഇത് എന്ത് ഫോമിലായി, സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ വേർ ജി ഓഫ് എക്സ് വൈ ഇസ് 1 മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ സർഫസ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പൊ നമ്മൾ പഠിച്ച രീതിയിൽ എങ്ങനെ ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സർഫസ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വേറെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ച രീതിയിൽ എങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. സോ സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ജി ഓഫ് എക്സ് വൈ അങ്ങനെയാണ് എന്താണ് 1 മൈനസ് എക്സ് മൈനസ് വൈ. സോ ഏത് ഫോമിലാണ് എനിക്ക് വന്നത്, സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന രീതിയിലാണ്. ഓറിയന്റേഷൻ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ക്വസ്റ്റിനെ പ്രത്യേകിച്ച് ഓറിയന്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സോ പോസിറ്റീവ് ഓറിയന്റേഷൻ വന്നാൽ ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ആൻഡ് ഡി എസ്, ഈ ഇന്റഗ്രൽ വാല്യൂറ്റ് ചെയ്യാൻ എനിക്ക് ഏത് ഫോമിൽ ഉപയോഗിക്കാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ ഡി എ. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈ ഒക്കെ വാല്യൂറ്റ് ചെയ്യണം. ഈ വെക്ടർ എഴുതണം, ഇതുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഓക്കെ. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഞാൻ ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യാണ്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണ്, സെഡ് 1 മൈനസ് എക്സ് മൈനസ് വൈ അല്ലേ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എടുത്താൽ -1, ഡോ ഇസഡ് ബൈ ഡോ വൈ എടുക്കുമ്പോൾ -1. ഇനി ക്യാപിറ്റൽ ആർ എന്താണ്, ക്യാപിറ്റൽ ആർ ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് സിഗ്മ ഓൺ ദി എക്സ് വൈ പ്ലെയിൻ ആണ്. കാരണം എന്താണ്, സെഡ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നാണ് എഴുതിയത്. സോ ഇനി വേരിയബിൾസ് സെഡിനെ നമ്മൾ എക്സിന്റെ വൈയുടെ ടേംസിൽ എഴുതി. സോ ഇനി നമ്മുടെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എക്സും വൈ മാത്രമേ വേരിയബിൾസ് വരൂ. സോ അതുകൊണ്ട് ആർ ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് സെഡ് ഓൺ ദി എക്സ് വൈ പ്ലെയിൻ. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് എക്സും വൈയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന കർവില് സെഡിന് 0 കൊടുക്കുക എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാവും ഇക്വേഷൻ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സർഫസിന്റെ ഏത് പോർഷൻ എടുത്താൽ മതി, ഫസ്റ്റ് ഒക്ടന്റിൽ. ഫസ്റ്റ് ഒക്ടന്റിൽ എക്സും വൈയും എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ലോവർ ലിമിറ്റ്സ് കിട്ടി. അപ്പർ ലിമിറ്റ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. വൈയുടെ ലിമിറ്റ് എങ്ങനെ, എക്സിനെ വൈയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്താൽ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, 1 മൈനസ് വൈ. സോ എക്സിന്റെ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്തായി, 0 ടു 1 മൈനസ് വൈ. ഇനി വൈയുടെ അപ്പർ ലിമിറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, എക്സിന് 0 എന്ന് കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. സോ വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ അതുകൊണ്ട് വൈയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്താണ്, 0 ടു 1. സോ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് ആണ്. അതിനെ എങ്ങനെ എഴുതാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ജെ പ്ലസ് കെ ഡി എ. സോ ദാറ്റ് ഈസ് ലിമിറ്റ്സ് കൊടുക്കുന്നു. ഇന്റഗ്രൽ വൈ വേരീസ് ഫ്രം 0 ടു 1, എക്സ് വേരീസ് ഫ്രം 0 ടു 1 മൈനസ് വൈ. എഫ് എന്ന് പറയുന്ന വെക്ടറിന്റെ കമ്പണൻസ് തന്നു. അത് ഉപയോഗിച്ച് എഫ് എന്ന് പറയുന്ന വെക്ടർ ഞാൻ എഴുതിയിരിക്കുകയാണ്. എക്സ് സ്ക്വയർ ഐ പ്ലസ് 0 ജെ പ്ലസ് 3 വൈ സ്ക്വയർ കെ ഡോട്ട് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ്, രണ്ടും മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് -1, ഡോ ഇസഡ് ബൈ ഡോ വൈയും -1. സോ മൈനസ് കൊടുക്കുമ്പോൾ എന്താവും, അത് പ്ലസ് 1 ആവും. 1 ആയി. അതേപോലെ ഇതും -1 ആയിരുന്നു. സോ മൈനസ് ഓഫ് -1 +1 ആവും. സോ 1i പ്ലസ് 1j പ്ലസ് കെ ഡി എക്സ് ഡി വൈ. ഡി എക്ക് വരെ ഇനി എന്ത് കൊടുത്താൽ മതി, ഡി എക്സ് ഡി വൈ. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത്, അതായത് കറസ്പോണ്ടിങ് കമ്പണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എക്സ് സ്ക്വയർ, 0 ഇൻറ്റു 1 0, 3y സ്ക്വയർ ഇൻറ്റു 1 3y സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്ന് കിട്ടി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 3y സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ. ഫ്രം എക്സ് വേരീസ് ഫ്രം 0 ടു 1 മൈനസ് വൈ. എക്സിന് 0 കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോകും. 1 മൈനസ് വൈ കൊടുത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഈ 1 മൈനസ് വൈ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ വൈ സ്ക്വയർ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഓക്കെ. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 1/3 ഔട്ട് സൈഡ് എടുത്തു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇപ്പുറത്തെ ബ്രാക്കറ്റിലെ ഫംഗ്ഷനെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് y വേരീസ് ഫ്രം 0 ടു 1. ഓക്കെ. സോ ആ വാല്യൂസ് ഇട്ടുകൊടുത്താണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, വളരെ എളുപ്പമാണ് സിംപ്ലിഫിക്കേഷൻ ഒക്കെ. സോ ആൻസർ 1/3 എന്ന് കിട്ടും. ഓക്കെ.